കേരള സർവകലാശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഈ കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രവർത്തകർ അവരവിടെ ബാനർ കെട്ടാൻ ശ്രമിക്കുകയാണ്. ആ ബാനർ പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസുമായിട്ട് ഉന്തും തള്ളുമുണ്ട്. ഇന്നിപ്പം സെനറ്റിന്റെ യോഗം നടക്കാനിരിക്കുകയാണ്. ഗവർണർക്കെതിരെ ബാനർ ഉയർത്താനുള്ള SFIയുടെ നീക്കമാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഹാൻസിന്റെ വിവരങ്ങളുമായി നമുക്കിപ്പം ഹാൻസ്, ഗവർണർ ഇപ്പോൾ ചിത്രമൊക്കെ മാറ്റാമെന്ന് സമ്മതിച്ചു. സർക്കാരുമായിട്ടൊരു പോരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് സർവകലാശാലയിലെ സെനറ്റ് യോഗം അത് പ്രക്ഷുബ്ധമാകും എന്നൊരു സൂചന തന്നെയല്ലേ രാവിലെ പുറത്തു വരുന്നത്? തീർച്ചയായും സേതു, ഇന്ന് ഗവർണർ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഇത്തരത്തിൽ രാജ്ഭവനിലേക്ക് SFIയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും എല്ലാം ചിത്രം രാജ്ഭവന്റെ ചുമരുകളിൽ പതിക്കാനും SFI പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി നടത്താൻ SFI പ്രവർത്തകരെ കൊണ്ടായില്ല. അതിൻ്റെ തുടർച്ചയെന്നോണം എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി SFI പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നിശ്ചയിച്ചിരുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് ബാനർ കെട്ടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനുശേഷം പിന്നീട് ഗവർണർ എത്തുന്നതിന് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ബാനർ കെട്ടാം എന്നൊരു നീക്കത്തിലേക്ക് SFI പ്രവർത്തകർ എത്തുകയും ഇത്തരത്തിൽ ബാനർ കെട്ടുന്നത് ഇപ്പോൾ പോലീസ് തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാനറിൽ എഴുതിയിരുന്നത് "മീ നീഡ് ചാൻസലർ, നോട്ട് ഗാന്ധി അസാസിൻ സവർക്കർ" എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ചാൻസലറെയാണ്, ഗാന്ധിയെ കൊന്ന ഒരു ഘാതകനെയല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് SFIയുടെ ബാനറിൽ എഴുതിയിരുന്നത്. ഇപ്പോൾ നിലവിൽ ആ ബാനർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റ് ബാനറുകളും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ മഹാത്മാഗാന്ധിയുടെയും അതിനോടൊപ്പം തന്നെ BR അംബേദ്കറുടെയും ചിത്രങ്ങളാണ് പതിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. അവർ ഇപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ഒരു നീക്കത്തിലാണെങ്കിൽ പോലും പക്ഷേ 10 മണിയോടുകൂടി ഗവർണർ ഇങ്ങോട്ട് എത്തിച്ചേരും, സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 10 മണിയോടുകൂടി തന്നെയാണ് സെനറ്റ് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗവർണർ സംസാരിക്കുക. എന്തായാലും ഈ പ്രതിഷേധത്തിന്റെ ബാക്കിയായുള്ള രീതിയിൽ സെനറ്റ് യോഗവും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ഗവർണർ കടന്നു വരുമ്പോൾ അവരെ തടയാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ 4 SFI പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന്റെ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉള്ളിലേക്ക് കടന്ന് അവരുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് SFI പ്രവർത്തകരുടെ നീക്കം. കാരണം ഗവർണർ തൻ്റെ നിലപാടിൽ നിന്ന് മാറുന്നില്ല. രാജ്ഭവൻ നേരിട്ട് നടത്തുന്ന പരിപാടികളിൽ ഇനിയും ഭാരതാംബ ചിത്രം ഉണ്ടാകും എന്ന നിലപാടിൽ തന്നെയാണ് ഗവർണറും രാജ്ഭവനുമുള്ളത്. പക്ഷേ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബ ചിത്രവും മറ്റ് അനുബന്ധ കാര്യങ്ങളും ഉണ്ടാകില്ല എന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് SFIയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിഷേധാർഹമായ നീക്കമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം രാജ്ഭവനിൽ കഴിഞ്ഞ ദിവസം RSS നേതാക്കളായിട്ടുള്ള ഗോൾവാക്കറുടെയും അതിനോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുടെയും എല്ലാം ചിത്രം സ്ഥാപിച്ചിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ രാജ്ഭവനെ ഒരു ശാഖ കേന്ദ്രമാക്കി മാറ്റാൻ സമ്മതിക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ കേരള സർവകലാശാലയിലേക്ക് ഈ ഒരു പ്രതിഷേധം എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ ഗവർണർ എത്തിച്ചേരും. അതിനുശേഷവും SFIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. കാരണം ഗവർണർ 10 മണിയോടുകൂടി തന്നെ എത്തിച്ചേരും. ഇപ്പോൾ നിലവിൽ സെനറ്റിന്റെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. സെനറ്റിന്റെ ആദ്യത്തെ സേതു 8:30 മണിക്കാണ് സെനറ്റിൻ്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ സെനറ്റിൻ്റെ ആദ്യ അജണ്ട സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധി തിരഞ്ഞെടുപ്പാണ്. അത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഏകദേശം 10 മണിക്ക് അവസാനിക്കും. 10 മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള സമയമുള്ളത്. അതിനുശേഷമാണ് ഗവർണർ എത്തുകയും പിന്നീട് 10 മണിയോടുകൂടി ഗവർണർ ഇത്തരത്തിൽ സെനറ്റ് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് SFI ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 4ഓളം പ്രവർത്തകർ മാത്രമാണുള്ളത്. പക്ഷേ സമയം കഴിയുന്തോറും കൂടുതൽ പ്രവർത്തകർ എത്താനും
പ്രതിഷേധം ഓക്കെ ഹാൻസ്, പിന്നെ ശക്തമാക്കാനുള്ള ഗവർണർ സാധ്യതയും എത്തുന്ന നിലനിൽക്കുന്നുണ്ട്. സമയത്തൊക്കെ ഒരു വലിയ പ്രതിഷേധമൊക്കെ പ്രതീക്ഷിക്കാൻ കാരണം ഇപ്പോഴേ പ്രതിഷേധത്തിലാണ് SFI അവിടെ. നമുക്കറിയാത്ത പോലെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹവും SFIയുമായി വലിയൊരു ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചർച്ച ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. ഇങ്ങനെ മറ്റൊരു ഗവർണർ കൂടി വരുമ്പോൾ ഒരു പോരാട്ട വേദി കൂടിയായി, ഒരു പ്രതിഷേധ വേദി കൂടിയായി വീണ്ടും കേരള സർവകലാശാല മാറുകയാണോ എന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ഹാൻസ് തിരുവനന്തപുരത്ത് നിന്ന്.